ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളൊരു ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് ചെറിയ 2 ഗിഫ്റ്റ് പാക്സാണ്. നമുക്ക് സ്വീറ്റ്സൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് പാക്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പ്രിൻറ്റഡ് പേപ്പേഴ്സാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചാർട്ട് പേപ്പേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് 7 അതുപോലെ തന്നെ ഒരു സൈഡ് 12 സെൻറ്റിമീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു പ്രിൻറ്റഡ് ഷീറ്റിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നീളത്തിലൊരു പ്രിൻറ്റഡ് ഷീറ്റും കൂടെ മുറിച്ചിട്ട് അതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ ഷീറ്റും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 അറ്റം കൂടെ കൂട്ടി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു റോളായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് സ്റ്റിക്കായതിന് ശേഷം നമുക്കിതിൽ സ്വീറ്റ്സൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മളൊരു പഞ്ച് ഉപയോഗിച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വീറ്റ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് കെട്ടി കൊടുക്കേണ്ട രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറിയ മിഠായികളൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും റിബണോ അല്ലെങ്കിൽ നൂലോ ഒക്കെ ഉപയോഗിച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ വലിപ്പം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വലിയ സ്വീറ്റ്സൊക്കെ ഇട്ട് കൊടുക്കേണ്ട രീതിയിൽ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സിന് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി ഗിഫ്റ്റ് കൊടുക്കാവുന്നതാണ്. പിന്നെ അതല്ല, നമ്മളൊരു കുറച്ചുകൂടെ വലിയൊരു പാർട്ടിയിലാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ കുറച്ചധികം എണ്ണ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കിട്ടുന്ന ആൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ഐറ്റം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത് നമ്മൾ പ്രിൻറ്റഡ് ഷീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ പകരം നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. ഇത് 6 ഇഞ്ചിൻ്റെ ഒരു പ്രിൻറ്റഡ് ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് 2 സൈഡ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്ലാറ്റ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെയൊന്നും ഒരു കുഴപ്പമില്ല. എന്നിട്ട് താഴ്ഭാഗം ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇതിൽ നമ്മൾ കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള സ്വീറ്റ്സാണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഈ പേപ്പറിൻ്റെ സൈസ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്വീറ്റ്സ് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു സ്ട്രൈപ്പ് ഡിസൈനുള്ള ഒരു ഷീറ്റും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഗോൾഡൻ ഷീറ്റ് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് നടുക്കായിട്ട് റോസസിൻ്റെ പിക്ചറും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഞ്ച് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുള്ള 2 സ്റ്റാർസും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഒരു ത്രെഡ് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിലൊരു ബീഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്വീറ്റ്സൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കിട്ടുന്ന ആൾക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ പ്രിൻറ്റഡ് ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പർ, ന്യൂസ് പേപ്പർ ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്